നമ്മൾ വെക്റ്റർ റെപ്രസെൻറ്റേഷൻ കണ്ടു. ഇനി രണ്ട് വെക്റ്റേഴ്സിൻ്റെ റിസൾട്ടൻറ്റും അതും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു പാരലോഗ്രാം ലോ വഴി എ ബി എന്ന് പറയുന്ന രണ്ട് വെക്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വെക്റ്റേഴ്സ് തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ വൺ ഓഫ് ദ വെക്റ്റേഴ്സും ഈ പറഞ്ഞിട്ടുള്ള ബി എന്ന് പറയുന്ന വെക്റ്ററും എൻ്റെ റിസൾട്ടൻ്റ് ആർ വെക്റ്റർ ബി എന്ന് പറയുന്ന വെക്റ്ററും അതുപോലെ ആർ എന്ന് പറയുന്ന വെക്റ്ററും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാണെങ്കിൽ ഈ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഓക്കെ, ഈ ആംഗിൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഓക്കെ, യെസ്. ഇനി ഇതേ വെക്റ്റർ മൾട്ടിപ്ലിക്കേഷന് രണ്ട് സ്പെഷ്യൽ കേസസ് നമ്മൾ പറയാനായിട്ട് പോവുകയാണ്. ഒന്ന്, വെൻ വെക്റ്റേഴ്സ് ആർ ഇൻ സെയിം ഡയറക്ഷൻ. എ എന്ന് പറയുന്ന വെക്റ്റർ ബി എന്ന് പറയുന്ന വെക്റ്റർ രണ്ടും സെയിം ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന വെക്റ്റർ രണ്ടും സെയിം ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ട്രയാങ്കുലർ ലോ അപ്ലൈ ചെയ്യാം. ട്രയാങ്കുലർ ലോ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ രണ്ട് വെക്റ്ററിനെയും എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊണ്ടുവച്ചു. അപ്പോൾ അതാണ് അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. സോ റിസൾട്ടൻ്റ് വിൽ ബി ലിറ്ററലി ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി, വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. ഇനി നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ ഫോം നമുക്ക് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. രണ്ടിൻ്റെയും ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് വരുന്നത്? 0. രണ്ടും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് വരുന്നത്? 0. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആയിരിക്കും വരിക, വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ അത് സെയിം ഡയറക്ഷനിലാണ്, സെയിം ലൈനിൽ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? സ്കേലാർസ് പ്ലസ് ചെയ്യുന്ന പോലെ മാഗ്നിറ്റ്യൂഡ് രണ്ട് നമുക്ക് പ്ലസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. യെസ്, സെക്കൻഡ് വൺ ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ദ റിസൾട്ടൻ്റ് വിൽ ബി ആർ വെക്ടർ വിൽ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. നിങ്ങൾ നോക്കിയാൽ ഈ രണ്ട് വെക്റ്റേഴ്സിനെയും നിങ്ങൾ ഒന്ന് അടുപ്പിച്ച് വെച്ച് നോക്കിയാൽ രണ്ട് ടൈലിലേക്കും കൊണ്ടുവന്ന് വെച്ച് നോക്കിയാൽ രണ്ടും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. രണ്ടും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രി. കോസ് 180 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അഥവാ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്തായിരിക്കും വരിക? സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരിക്കും വരിക? എ പ്ലസ് ബി. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഏതായിരിക്കും വരിക? എ മൈനസ് ബി. ഇനി മൂന്നാമത്തെ തേർഡ്, രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കുക. എയും ബിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ. എ ആൻഡ് ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ റിസൾട്ടൻ്റ് എത്ര ആയിരിക്കും വരിക? ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 90 ആയിരിക്കും എൻ്റെ വാല്യൂ വരിക, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ അതിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, യെസ്. സിമിലർലി ഇതുപോലെ നമുക്ക് നെഗറ്റീവിൻ്റെ വാല്യൂ എ മൈനസ് ബി, വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി.